പിന്നെ നമ്മളൊരു അപ്പച്ചൻ്റെ ഓർമ്മയുമായിട്ട് ഒരു പാട്ടും കൊണ്ട് വരികയാണ്. നമ്മുടെ അപ്പച്ചനെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ സന്ധ്യയ്ക്കൊക്കെ ഞങ്ങളെ വിളിച്ചിരുത്തി പിന്നെ വ്യത്യസ്തമൊക്കെ കാണാപ്പാടം പറയുകയും അങ്ങനെ അപ്പച്ചനെ ഒരു അധ്യായം കാണാപ്പാടം പറയുന്നുണ്ടായിരുന്നു. 127-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം മുതൽ ഒരു പാട്ട് രൂപത്തിലൊക്കെ പാടുന്ന കേൾക്കായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ, പാട്ടും സൗണ്ടും സിസ്റ്റങ്ങളും ഒന്നും ഇല്ലല്ലോ. വെറുതെ നമ്മൾ ചുമ്മാ അങ്ങനെ പാടുന്നു. ആ വരി എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളും അതൊക്കെ കേട്ടിട്ട് അങ്ങനെയൊക്കെ പാടുന്നു. അപ്പം അതിൻ്റെ 2 വരി പാട്ട് നമുക്ക് നോക്കാം. എന്നാലേ നമുക്ക് തുടങ്ങിയല്ലേ പച്ച. ഓക്കെ. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാവധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്തെഴുന്നേൽക്കുന്നതും നന്നായി വൈകിയുറങ്ങുന്നതും, നിങ്ങൾ അതികാലത്തെഴുന്നേൽക്കുന്നതും നന്നായി വൈകിയുറങ്ങുന്നതും കഠിന പ്രയത്നത്താൽ ഉപജീവിക്കുന്നതും വൃഥാവത്രേ. കഠിന പ്രയത്നത്താൽ ഉപജീവിക്കുന്നതും വൃഥാവത്രേ. തൻ്റെ പ്രിയനോ അവനുറക്കത്തിൽ കൊടുക്കുന്നില്ലേ. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാവധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു.